അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മളുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ പാപ്പൻ്റെ വീട്ടിലാണ്, അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ്. ഇവിടുന്ന് നമ്മളിന്ന് വാഗമണ്ണ് പോകുന്നുണ്ട്. വാഗമണ്ണ് പിന്നെ ഇടുക്കിയിലെ കുറച്ച് സ്ഥലങ്ങൾ, അതായത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്. റബ്ബർ ഷീറ്റൊക്കെ ഉണക്കാട്ടിട്ടുണ്ട്. ഇനി റബ്ബർ ഷീറ്റിനൊക്കെ നല്ല സ്മെല്ലാണ്, നല്ല സ്പ്രേ അടിച്ച പോലെ ഉണ്ടാവും, ഊതും അത്തരമൊക്കെ. ടെറസിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ ഇതൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഇതാണ് ഔട്ട് ഹൗസ്. ഇവിടുത്തെ വ്യൂ ആണിത്. ഈ മലേൻ്റെ അപ്പുറത്താണ് ആക്ച്വലി മൂന്നാറൊക്കെ വരുന്നത്, അല്ലേ? കട്ടപ്പന, കുമളി, മൂന്നാറൊക്കെ വരുന്ന ഈ മലേൻ്റെ അപ്പുറത്താണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ. അപ്പം ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്ക് അതും കൂടെ കാണാം, സൺറൈസും കൂടെ കാണാം. ഞാൻ ഇന്നലെ ഒന്ന് വാഗമണ്ണ് പോയിരുന്നു, ഒറ്റയ്ക്ക് പോയി. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ട് പോവാണ്, എല്ലാവരും ഉണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോ ചെയ്യാം, ഫുള്ള് കാണണം. ഓക്കെ, മാക്സിമം എന്താ പറയുക, വാഗമണ്ണ് നല്ല ഹൈ റേഞ്ച് ഏരിയയാണ്. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മൊത്തം ഷൂട്ട് ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ കാണാൻ. ഞാൻ 1-2 തവണ പോയിട്ടുണ്ട്, പക്ഷേ കുറേ മുമ്പെയാണ്, ഒരു 5-8 വർഷം മുമ്പെയാണ്. ഓക്കെ, അപ്പം ഒരു 8 കിലോമീറ്റർ കൂടി ഉള്ളു ഇവിടുന്ന്. വലൈക്കും അസ്സലാം. അപ്പോൾ ഈ ടീ പ്ലാന്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വാഗമണ്ണ് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, നമ്മൾ വണ്ടിയായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു വാഗമൺ ടൗൺ കടന്നപാട് ജീപ്പ് സ്റ്റാൻഡ് ഉണ്ട്, ഓഫ് റോഡൊക്കെ പോകുന്ന ജീപ്പ് സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പം അവർ വിളിച്ചോളൂ. അവർ വിളിച്ചിട്ട് അവർ കാണിച്ചു തരും ഏതൊക്കെ ലൊക്കേഷനിലാണ് പോകണമെന്നുള്ളത്. ഓക്കെ, നമ്മുടെ വണ്ടി ആ ജീപ്പ് സ്റ്റാൻഡിൽ തന്നെ പാർക്ക് ചെയ്യുക. ഓക്കെ, എത്ര നല്ല ഡ്രൈവിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ ഓഫ് റോഡ് പോകുന്ന ജീപ്പും പിന്നെ ലൊക്കേഷൻസ് അവർക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇവിടെയും ചോദിച്ചിട്ട് കുറേ ടൈം വേസ്റ്റ് ചെയ്യും. ഓക്കെ, 5 സ്ഥലങ്ങളാണ് ആക്ച്വലി ആ പാക്കേജിൽ, ജീപ്പിൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തത്. ആ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തതിന് ഇപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, നല്ല അടിപൊളി സീനറിയാണ്. ഓക്കെ, പിന്നെ ആ ജീപ്പ് ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ആൾ നല്ല എക്സ്പേർട്ടാണ്, ഇവിടെ തന്നെയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം.
അപ്പോൾ വാഗമണ്ണിൽ കയറിയിട്ട് നമ്മൾ ആക്ച്വലി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഒരുപാട് ജീപ്പുകളുണ്ട്, ജീപ്പ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓഫ് റോഡ് പോവാണ്. ഓക്കെ, അതാണ് നമ്മുടെ ജീപ്പ്. വാഗമൺ ടൗണാണിത്. ഒരു ചെറിയൊരു ടൗൺ ഉണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് ഹോം സ്റ്റേ അവൈലബിൾ ആണ്. അപ്പം കൊട്ടവഞ്ചിയിലേക്കാണ്. ഇവിടെ എൻട്രി ഫീ പെർ ഹെഡ് 50 dirhams ആണ്, 50 rupees ആണ്. അപ്പോൾ ഇവിടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടോ? അപ്പോൾ ആ ജീപ്പ് ട്രിപ്പിൽ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആണിത്. കോട്ടമല വ്യൂ പോയിന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വാഗമണ്ണൊരു 8 കിലോമീറ്റർ ഉണ്ട്. ഇത് സ്കൈ ഒക്കെ നല്ല ബ്ലൂ സ്കൈ ആണ്, നല്ല ക്ലിയർ ആണ് അല്ലേ? ആണോ? അതെ. അപ്പോൾ ഇത് ഇടുക്കി ഡാമിന്റെ പുറകു വശമാണിത്. ഡാമിലെ വെള്ളമാണ് ആക്ച്വലി കാണുന്നത്. അപ്പോൾ ഇത് കപ്പക്കാനം കേവിന്റെ അടുത്തുള്ളത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞത്? ഇത് കപ്പക്കാനാണ് അറിയപ്പെടുന്നത്. ലോക്കൽ നെയിം. പിന്നെ ഉളുപ്പോണി വാട്ടർഫോൾ കേവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഉളുപ്പോണി വാട്ടർഫോള് കേവ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളത് നല്ല ഓഫ് റോഡാണ്. നമുക്ക് വണ്ടി എടുത്തൊന്നും വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാട്ടർഫോൾ. നമ്മുടെ വണ്ടികളൊന്നായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വാഗമണ്ണിൽ നിന്ന് നമുക്ക് 4-wheel ഡ്രൈവ്, അതായത് ഓഫ് റോഡ് ജീപ്പ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം, എങ്ങനെ വരണം വാഗമണ്ണിൽ, എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇതാണ് കേവ്. 1 കിലോമീറ്റർ ദൂരത്തേക്കുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഓക്കെ, മീനൊക്കെ കുത്തുന്നുണ്ട് കാലില്. എന്ത് മീൻ കുത്തുന്നുണ്ട് കാലില്. ഇവിടത്തേക്ക് ട്രിപ്പിന് വന്ന ടീമുണ്ട്. അപ്പോൾ നമ്മൾ 5ാമത്തെ ഡെസ്റ്റിനേഷനിലെത്തി. സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, വലിയ കൊക്കയാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെ. വീണ് കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല. ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. പൈൻ വാലിയിലെത്തി. ഇവിടുന്ന് ഇനി 1.5 കിലോമീറ്റർ താഴോട്ടുണ്ട്. എത്രത്തോളം നമ്മളെ താഴോട്ട് നടക്കുന്നോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും കയറി വരാൻ. ഓക്കെ, പക്ഷേ എൻ്റെ വ്യൂവും അറ്റ്മോസ്ഫിയറൊക്കെ എന്താ പറയുക, എൻജോയ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ വരെ പോകണം. 2 കിലോമീറ്റർ ആയാലും കുഴപ്പമില്ല, ഏറ്റവും താഴെ വരെ പോകണം. പിന്നെ തിരിച്ചു വരുമ്പോൾ നല്ല ടൈം എടുത്ത് കയറിയാൽ മതി. അപ്പോൾ നമ്മൾ വാഗമണ്ണ് താഴെ ഇറങ്ങി. അപ്പോൾ മലങ്കര ഡാമിൻ്റെ അടുത്ത് എത്തി. ഡാം കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തൊടുപുഴ, മൂലമറ്റം തൊടുപുഴ റൂട്ടിലാണ്.
ഈ മലങ്കര ഡാമിന്റെ ഗേറ്റ് എൻ്റർ ചെയ്ത പാട് റൈറ്റ് സൈഡിൽ ഒരു പാർക്ക് ഉണ്ട്. നല്ല വ്യൂ ആണ്. ഫുള്ള് മലകളും പുഴയൊക്കെ നിറഞ്ഞിട്ടുള്ള വ്യൂ ആണ്. ഒരുപാട് ഏരിയ ഉണ്ട് ചുറ്റിയാണത് കാണാൻ വേണ്ടി. പിന്നെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ മലയാണിത്. കൊടിയത്തൂർ മിന്തൻ ആണ് പേര്. ആക്ച്വലി കൊടിയത്തൂർ മിന്തൻ. ഓക്കെ, ഫസ്റ്റത്തത് ആനമുടിയാണ്. മൂന്നാറിലെ ആനമുടിയാണ് ഏറ്റവും ഹൈറ്റ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തതാണ് കൊടിയത്തൂർ മിന്തൻ. ഓക്കെ, നല്ല വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാർക്ക്. പാർക്കിൻ്റെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡാമിൻ്റെ വ്യൂ ഉണ്ട്. മലങ്കര ഡാം. അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി കംപ്ലീറ്റ്ലി നിർവഹിച്ച ഐഡിയ ആണ്. അപ്പോൾ ഞങ്ങൾ വാഗമണ്ണൊക്കെ കറങ്ങി തിരിച്ചിറങ്ങി ഇപ്പോൾ ഒരു പാർക്കിലെത്തി. കൊടിയത്തൂർ, അതായത് മലങ്കര ഡാമിനോട് ചേർന്നുള്ള പാർക്കാണ്. ഓക്കെ, അപ്പം അമ്മേൻ്റെ അനിയത്തി, ബബിയൻ്റി, പാപ്പൻ, എൻ്റെ സിസ്റ്ററെ മക്കള്. പിന്നെ നമുക്ക് പോകാനുള്ള എവിടേക്കാ ഇനി ഇവിടെ പോകുന്നത്? വീട്ടിലേക്കല്ല, വേറെ എവിടെ ഒന്നും പറയണ്ടല്ലോ. നീ നമ്മളൊരു ത്രിവേണി സംഗമം. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ അതാണ് ഇവിടുത്തെ തൂക്കുപാലം. ഓക്കെ, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ത്രിവേണി സംഗമത്തിൻ്റെ ഒരു പുഴയാണ് അവിടുന്ന് വരുന്നത്. ഇത് രണ്ടാമത്തത് ഇത് കനാലിന് വരുന്നത്. പിന്നെ മൂന്നാമത്തത് അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. പിന്നെ പറഞ്ഞ പോലെ വാഗമൺ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ജീപ്പ് വിളിച്ചിട്ട് പോവുക. ഇത് ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ വേറെ ഒരുപാട് ഏരിയാസ് ഉണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പം കുറച്ചുകൂടെ ട്രക്കിങ്ങൊക്കെ ആയിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ചുകൂടെ പാർക്കുകൾ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജീപ്പ് ഡ്രൈവർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ പാക്കേജായിട്ട് തരും. ഓക്കെ, അപ്പോൾ അതും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം സീ യു ഓൾ.